കമ്മ്യൂണിക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതിയാകും. ജനറൽ OBC-കാർക്ക് വേണ്ടിയിട്ട് അവരുടെ കാസ്റ്റ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. എന്നാൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കാസ്റ്റ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റിനെയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നെയിം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ശേഷം നമുക്കൊരു പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ഐഡിയും ക്രിയേറ്റ് ചെയ്യുക. ശേഷം വാലിഡേറ്റ് കൊടുത്തതിന് നമുക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് സൈൻ ഇൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും, അത് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഫാദറിൻ്റെ റിലീജിയനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഡീറ്റെയിൽസും തന്നെ മാക്സിമം എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റിനടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി, മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് നമുക്ക് സെലക്ട് 1 എന്നാണ് കാട്ടുന്നത്. അപ്പോൾ നമ്മുടെ നെയിം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് പർപ്പസ്, സ്റ്റേറ്റ് പർപ്പസ് ആണോ അത് ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ, അത് ജനറൽ ആണ് വരുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിരിക്കും. നമുക്ക് ഈ യെല്ലോ കളറിൽ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയി പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ നെയിമിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളിടത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ കാറ്റഗറി, SC ആണോ ST ആണോ ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കാസ്റ്റ്, അതിനകത്ത് ഏതാണോ കാസ്റ്റ് വരുന്നത് അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് കൺവേർട്ടഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺവേർട്ടഡ് കാസ്റ്റ് ആണെങ്കിൽ അത് കൊടുക്കണം, ഇവിടെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അല്ലാത്തവരാണെങ്കിൽ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കൻറ്റിൻ്റെയും ഫാദറിൻ്റെയും മദറിൻ്റെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, വില്ലേജ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കൻ്റെ നെയിം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. റിലേഷനും സെൽഫ് എന്ന് വരുന്നതായിരിക്കും. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് എൻ ഡോക്യുമെൻറ്റ് സർട്ടിഫൈയിങ് കാസ്റ്റ്, നമ്മുടെ കാസ്റ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SLC കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉണ്ടാവും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
ശേഷം റേഷൻ കാർഡിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് വരില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ നമ്പർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റേഷൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നത് പേയ്മെൻ്റ് ആണ് വരുന്നത്. 15 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അത് നമുക്ക് ക്രെഡിറ്റ് കാർഡോ അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ്സോ ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പേയ്മെൻറ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ലോഗിനിലോട്ട് തന്നെയാണ് പോകുന്നത്. അതോടെ അപ്പോഴത്തേനും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടാവും. നമുക്കപ്പോൾ ലോഗിൻ ചെയ്ത് ഹോമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ് കാണാം. അവിടെ ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്രൂവ്ഡ് ആണോ, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2, 3, 4 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ റീസബ്മിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണോ അതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറയുന്നത് പോലെ തന്നെ ചെയ്ത് എന്തെങ്കിലും ചിലപ്പോൾ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും. അത് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തോണ്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ സബ്മിറ്റഡ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കാട്ടുന്നുണ്ടാവുക. 2, 3, 4 ദിവസത്തിനുള്ളിൽ തന്നെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അടുത്തുള്ള എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഒത്തിരി സർവീസസ് അവൈലബിൾ ആണ്, സർട്ടിഫിക്കറ്റുകളൊക്കെ. അപ്പം ഇതിനകത്ത് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോന്നിനും കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായോ മറ്റും നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.